ഹലോ! നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മളെ നിധി ഭാസ്കരൻ അച്ഛനെയും അവരെ മക്കളെയും നല്ല രീതിയിൽ മര്യാദയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് റോങ് ആയപ്പം സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്തു? ഭാസ്കരൻ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ കാര്യം അവിടെ ഏകദേശം സോൾവ് ആയി. അതിനുശേഷമാണ് നമ്മളെ നിധിയുടെ ഫോണിലേക്ക് ഗോപി സാർ, അതായത് നമ്മുടെ പോലീസുകാരൻ്റെ ഫോൺ വരുന്നത്. സുധീഷ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, സാറൊന്ന് നിധിയെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പോലീസുകാരൻ നിധിയെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ നിധിയോട് പറയാണ്, ഞാൻ നിങ്ങളെ കല്യാണം നടത്തി തന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, ഗോപി സാറാണ്, മനസ്സിലായെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നിധി മനസ്സിലായി, എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഇപ്പം മോളെ പാട്, അവിടെ സുഖമല്ലേ, സുധീഷ് എങ്ങനെയുണ്ട്, അവിടുത്തെ വീട്ടുകാരെങ്ങനെയുണ്ട്, ആണുങ്ങൾ മാത്രമുള്ള വീടാണ് അതുകൊണ്ട് ചോദിക്കുകയാണ്, അവിടുന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒന്നുമില്ല, ഇവിടെ സുഖമാണ്, ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ലവരാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് മോള് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ നിധി ആകെ ഷോക്കാവാണ്. സാർ ഇതെങ്ങനെ അറിഞ്ഞു നോക്കുമ്പോൾ മോളെ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ കല്യാണമല്ലേ, അപ്പം എന്ത് തന്നെ ഉണ്ടായാലും ഞങ്ങളത് അറിയാതെ ഇരിക്കൂലല്ലോ എന്ന് പറയാണ്. അപ്പം എന്നോട് നിങ്ങൾ പോയ വക്കീലാണ് ഈ വിവരം അറിയിച്ചത്, ഇത്രയും നല്ല വീട്ടുകാരാണെങ്കിൽ പിന്നെ എന്തിനാ അതിൻ്റെ ആവശ്യം, സുധീഷിനോ സുധീഷിൻ്റെ വീട്ടുകാർക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലാതെ ചെറിയ ചെറിയ കാര്യത്തിനൊന്നും ഇങ്ങനെ ഡിവോഴ്സിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളെ കല്യാണം നടത്തി തന്നത്, നിങ്ങളെ അച്ഛനെ എതിർത്ത കല്യാണം അല്ലായിരുന്നു, എന്നിട്ടും ഞങ്ങൾ പോലീസുകാരെ ഇടപെട്ട് അത് നടത്തി തന്നില്ലേ, അപ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അപ്പം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അത് മോശമല്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പം നിധി വിചാരിക്കണം ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് കാര്യം എന്നാണ് നമ്മളെ നിധി മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ പോലീസൊക്കെ ഒരുപാട് ഉപദേശിച്ചു, പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഡിവോഴ്സിൻ്റെ ഇതിലേക്ക് പോകാൻ പാടില്ല, ഇനി ഞാൻ 2 വീക്ക് കഴിഞ്ഞിട്ടും വിളിക്കും, അപ്പോൾ ഇതേ ആൻസർ എനിക്ക് കിട്ടാൻ പാടുള്ളൂ, ഡിവോഴ്സ് ചെയ്യില്ല എന്നുള്ളൊരു ആൻസർ എനിക്ക് കിട്ടാൻ പാടുള്ളൂ, ഒരു ഡിവോഴ്സിൻ്റെ ഒരു രീതിക്കൊന്നും ഇത് പോകാൻ പാടില്ല, അവരെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ സുധീഷിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറയുക, അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മളെ പോലീസ് പറയാണ്. അങ്ങനെ നിധി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ സുധീഷിനോട് പോയിട്ട് നിധി പറയണം, ആ പോലീസുകാരൻ വിളിച്ചിരുന്നു നമ്മളെ കല്യാണം നടത്തി തന്നെ. അപ്പോൾ സുധീഷ് പറയണം, അയാൾ എന്നെയും വിളിച്ചിരുന്നു, എന്നെ കുറേ ചീത്ത വിളിച്ചു, നിന്നോട് സോഫ്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്, ഞാൻ വിളിക്കുമ്പോൾ ഇൻസ്പെക്ടർക്കും കൂടി ഫോൺ കൊടുത്തിരുന്നു. നിധി പറയാണ്, അവർക്ക് എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യം, വക്കീൽ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്, വക്കീലിന് ഈ കേസ് നടന്നാലല്ലേ ഫീസ് കിട്ടൂ, അപ്പം അയാൾ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സുധീഷ് പറയാണ്, എന്താണ് നീ ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ പറയാനാണ്, ചിലപ്പം നമ്മൾ ഡിവോഴ്സ് ആവുന്നതിനായിരിക്കില്ല കുഴപ്പം, ഇപ്പം തന്നെ ആവുന്നതിലായിരിക്കും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ചോദിക്കുകയാണെങ്കിൽ അവർ സമ്മതിക്കുമായിരിക്കും, ഇത് ഇത്ര പെട്ടെന്ന് ആയിട്ടായിരിക്കും, നമ്മൾ പൊരുത്തപ്പെടാനുള്ളൊരു സമയമായിട്ടില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ നമ്മളെ നിധി ആകെ ഞെട്ടി, അപ്പോൾ 1 വർഷം വരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പം സുധീഷ് പറയുന്നു, നമ്മളിപ്പോൾ ഒരു നിയമക്കുരുക്കിൽ പെട്ടുകൊണ്ട് ചിലപ്പോൾ അത് വേണ്ടി വരുന്നു. അപ്പം ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് നമ്മളെ ഹരീഷ് ബൈക്ക് കേൾക്കുന്നുണ്ട്, അവന് ഇടയ്ക്ക് കണ്ണ് ഇങ്ങോട്ട് ഓടിക്കുന്നുണ്ട്, ഇത് നമ്മളെ സുധീഷ് കാണുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നത്, നിധി നീ പതുക്കെ പറയാം, നത്തിൻ്റെ കണ്ണ് ഇങ്ങോട്ടാണെന്ന് പറയാണ്. പിന്നെ ഹരീഷ് വന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കുമ്പോൾ, പ്രശ്നം ഉണ്ടെങ്കിൽ നീ സോൾവ് ആക്കി തരുടാന്ന് ചോദിക്കുമ്പോൾ നിധിനോടും ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തിന്ന്, അപ്പം അവരില്ല എന്ന് പറയാണ്. മോൻ കോടതിയൊന്നുമില്ലല്ലോ ഇത് തീർപ്പാക്കാനെന്ന് സുധീഷ് പറഞ്ഞ് നമ്മളെ ഹരീഷിനെ അവിടെ നിന്ന് വിടുന്നുണ്ട്. പിന്നെ നിധിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, സാരമില്ല പോട്ടെ, നമുക്ക് എന്തെങ്കിലും വഴിയൊക്കെ കാണാം, നീ ഇപ്പം ചെല്ല് എന്നൊക്കെ പറയുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ഇത് കൈവിട്ട് പോയോ കാര്യങ്ങൾ എന്നുള്ള ഒരു സങ്കടമുണ്ട്, പ്ലാനിങ് ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള. സുധീഷിനാണെങ്കിൽ അതിലേറെ സന്തോഷമാണ്. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുന്നു. സുധീഷാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, അവർ ഭയങ്കര സന്തോഷം. കാര്യം ഇനിയിപ്പോൾ നിധിയും ഇതിൻ്റെ പിന്നാലെ പോകില്ല എന്നുള്ളൊരു വിശ്വാസമാണ് സുധീഷിന്. ഇനി എന്താ നടക്കാമെന്ന് നമുക്കറിയില്ല, അഥവാ ഇനി വേറെ വക്കീലിനെ പോയി കാണുമോ, ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുമോ, സുധീഷിൻ്റെ പ്ലാനിങ് തെറ്റുമോ, നിധിയുടെ പ്ലാനിങ് നടക്കുമോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ബൈ.